KPCC ജനറൽ സെക്രട്ടറി ദീപ്തി മേരി വർഗീസ് കൊച്ചി മേയർ ആകില്ല എന്ന വിവരം വരുന്നു. VK മിനിമോളും ഷൈനി മാത്യുവും മേയർ പദം പങ്കിടും. ആദ്യ ടൈമിൽ VK മിനിമോൾ മേയറാകും. 24 ബിഗ് ബ്രേക്ക്. വിപിൻ സി വിജയനാണ് ചേരുന്നത് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി. വിപിൻ, ആദ്യം ഈ 3 പേരും 3 തവണയായി 3 ടേം ആകും എന്നുള്ള വിവരങ്ങളൊക്കെ വന്നിരുന്നെങ്കിലും ഇപ്പോൾ അവസാനം അതിൽ ധാരണയായിരിക്കുന്നു എന്നാണോ? അതേ സ്മിത, ഈ ഒരു തിരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷമുള്ള ഏറ്റവും വലിയ സസ്പെൻസ് കൊച്ചിയുടെ മേയർ ആരായിരിക്കും എന്നുള്ളതായിരുന്നു. അതിൽ 3 പേരുകളായിരുന്നു ആദ്യം മുതൽ തന്നെ നിന്നിരുന്നത്. ദീപ്തി മേരി വർഗീസ്, VK മിനിമോൾ, ഷൈനി മാത്യു, ഈ 3 പേരുകളായിരുന്നു. 3 പേരും നല്ല ഭൂരിപക്ഷത്തിൽ വിജയിച്ചു വന്നവർ. അതിനുശേഷം വലിയ രീതിയിലുള്ള ഗ്രൂപ്പ് സമവാക്യങ്ങളും ചർച്ചകളും തർക്കങ്ങളും നിൽക്കുകയായിരുന്നു. ഇന്ന് ഇപ്പോൾ ഉച്ചവരെയും വലിയ രീതിയിലുള്ള ഒരു ഭിന്നത കൊച്ചി മേയർ ആരായിരിക്കും എന്നുള്ളതിൽ ഉണ്ടായിരുന്നു. അതിൽ ഇപ്പോൾ ഒരു ധാരണയിൽ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനമായിട്ടുള്ള വാർത്ത. അതിൽ ആദ്യ ടേബിൾ VK മിനിമോൾ, പാലാരിവട്ടം ഡിവിഷനിൽ നിന്ന് വിജയിച്ചിട്ടുള്ള VK മിനിമോൾ ആദ്യ ടൈമിൽ കൊച്ചി മേയറാകും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത്തെ ടൈമിൽ ഷൈനി മാത്യുവിന് ആയിരിക്കും ഇത് കൊടുക്കുക, മേയർ സ്ഥാനം കൊടുക്കുക. അങ്ങനെ 2 ടേം വ്യവസ്ഥയിലേക്ക് കൊച്ചി മേയർ മാറുകയാണ്. ഒപ്പം തന്നെ ദീപ്തി മേരി വർഗീസിന്റെ പേരായിരുന്നു ഏറ്റവും കൂടുതൽ കേട്ടിരുന്നത്. ഇന്നലെ പാർലമെന്ററി പാർട്ടി യോഗം കൊച്ചിയിൽ വെച്ച് നടന്നിരുന്നു. ഈ പാർലമെന്ററി പാർട്ടി യോഗത്തിൽ ഇത് ജയിച്ചിട്ടുള്ള 42 UDF കൗൺസിലർമാരുടെയും അഭിപ്രായം UDF കേട്ടു, അതിൽ കോൺഗ്രസ് കേട്ടു. ഇതിൽ മിനിമോൾക്കും അതുപോലെ തന്നെ ഷൈനി മാത്യുവിനുമായിരുന്നു ഏറ്റവും കൂടുതൽ ആളുകളുടെ പിന്തുണ വന്നത്. 19 പേർ അതിൽ ഷൈനി മാത്യുവിനെ പിന്തുണച്ചു, 17 പേർ VK മിനിമോളെയും പിന്തുണച്ചു. ദീപ്തി മേരി വർഗീസിന് 4 പേരുടെ പിന്തുണയാണ് ഉണ്ടായിരുന്നത്. ഇത്തരത്തിലൊരു പിന്തുണ കൂടുതൽ ലഭിക്കാതിരുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ ഈ ഒരു തീരുമാനമുണ്ടായിരിക്കുന്നത്. കൊച്ചിയുടെ ആദ്യ ടൈം മേയറായി VK മിനിമോൾ എത്തും എന്നുള്ളതാണ്. രണ്ടാമത്തെ ടൈം ഷൈനി മാത്യുവിനാണ്. ഒപ്പം തന്നെ ഇനി നിയമസഭാ തിരഞ്ഞെടുപ്പ് ഇപ്പോൾ പടിവാതിക്കൽ എത്തി നിൽക്കുകയാണ്. അപ്പോൾ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ദീപ്തി മേരി വർഗീസിനെ പരിഗണിക്കാം എന്നുള്ളത് കൂടി ഒരു ധാരണയുണ്ട് എന്നുള്ളത് നമ്മൾ ഈ ഘട്ടത്തിൽ അറിയുകയാണ്. ഇത്തരത്തിൽ വളരെ സുപ്രധാനമായിട്ടുള്ളതാണ്. ഈ ഡെപ്യൂട്ടി മേയറെ സംബന്ധിച്ച് കൂടി അതിൽ ഒരു ദീപക് ജോയ് ഡെപ്യൂട്ടി മേയറാകും എന്നുള്ളതാണ് മറ്റൊരു കാര്യമുള്ളത്. അത് ടേം വ്യവസ്ഥയിലേക്ക് മാറിയിട്ടില്ല എന്നുള്ളതും അറിയുന്നുണ്ട്. അപ്പോൾ ദീപക് ജോയ് ഡെപ്യൂട്ടി മേയറാകുന്നു. ഒപ്പം തന്നെ ടേം വ്യവസ്ഥയിൽ കൊച്ചി മേയറായി VK മിനിമോൾ എത്തും എന്നുള്ളതും ആണ് ഇപ്പോഴത്തെ ഏറ്റവും അവസാനമായി ലഭിക്കുന്ന ധാരണ. അത് ടേം വ്യവസ്ഥയിൽ അത് ഷൈനി മാത്യുവിനാവും. AI ഗ്രൂപ്പുകൾ വലിയ രീതിയിലുള്ള സമ്മർദ്ദം കൊച്ചി മേയർക്ക് വേണ്ടി ഉയർത്തിയിരുന്നു. VK മിനിമോൾ I ഗ്രൂപ്പാണ്. ഒപ്പം തന്നെ A ഗ്രൂപ്പിൻ്റെ ഏറെ കാലത്തെ ആവശ്യമായിരുന്നു, A ഗ്രൂപ്പിൻ്റെ സജീവമായിട്ടുള്ള ഒരു നേതാവ് കൂടിയാണ് ഷൈനി മാത്യു. അപ്പോൾ A ഗ്രൂപ്പിനെയും I ഗ്രൂപ്പിനെയും ഒരുപോലെ പരിഗണിച്ചു എന്നുള്ളത് കൂടി ഇവിടെ എടുത്തു പറയേണ്ടതാണ്. ലത്തീൻ സഭ തങ്ങൾക്ക് ഒരു മേയർ സ്ഥാനം വേണം, അല്ലെങ്കിൽ മേയർ സ്ഥാനാർത്ഥി തങ്ങളുടെ സമുദായമാകണം എന്നുള്ളത് പരസ്യമായി തന്നെ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. ഇതുകൂടി VK മിനിമോൾക്ക് അനുകൂല ഘടകമായി മാറുകയാണ്. ഒപ്പം തന്നെ 4ാമത്തെ തവണയാണ് VK മിനിമോൾ വിജയിച്ച കൗൺസിലർ ആകുന്നത്. അപ്പോൾ ഒരു മുതിർന്ന കൗൺസിൽ അംഗം എന്നുള്ളത് കൂടി പരിഗണിച്ചുകൊണ്ടാണ് VK മിനിമോളെ കൊച്ചി മേയറിൻ്റെ ആദ്യ ടൈം മേയറാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തീരുമാനം ആവുന്നത്. ഇതൊക്കെയാണ് അനുകൂല ഘടകമായി മാറിയത്. ഷൈനി മാത്യുവിനെ സംബന്ധിച്ച് കഴിഞ്ഞ 2015 തന്നെ അവരുടെ പേര് ഏറ്റവും കൂടുതൽ ഷൈനി മാത്യുവിൻ്റെ ഉയർന്നു കേട്ടതായിരുന്നു. അന്ന് സമിനി ജെയിൻ മാറിക്കൊടുക്കാതിരിക്കുകയും ഷൈനി മാത്യു തള്ളപ്പെടുകയും ചെയ്തിരുന്നു. അത്തരത്തിലുള്ള ഒരു അനുഭാവപൂർവമായ ഒരു തീരുമാനം ഷൈനി മാത്യുവിന് അനുകൂലമായി വേണം എന്നുള്ളതും, ഒപ്പം തന്നെ ഇന്നലെ നടന്നിട്ടുള്ള പാർലമെന്ററി പാർട്ടി യോഗത്തിൽ ഏറ്റവും കൂടുതൽ കൗൺസിലർമാർ അനുകൂലിച്ചത് ഷൈനി മാത്യുവിനെയാണ് എന്നുള്ളതും A ഗ്രൂപ്പിനെ പരിഗണിക്കുക എന്നുള്ളത് കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഇപ്പോൾ ഷൈനി മാത്യുവിനെ 2ാമത്തെ ടൈമിലേക്ക്, അതായത് 2.5 വർഷം കഴിഞ്ഞിട്ടുള്ള മേയറാക്കാമെന്നുള്ള ഒരു ധാരണ എത്തിയിരിക്കുന്നത്. ഇന്ന് തന്നെ പ്രഖ്യാപനം ഉണ്ടാകും എന്നും DCCയിൽ വെച്ച് ഇന്ന് തന്നെ മേയറുടെ പ്രഖ്യാപനം ഉണ്ടാകും എന്നുള്ളതുമാണ് അറിയുന്നത്. സ്മിത. വിപിൻ, ഇതിൽ മറ്റൊരു വിഷയം ഇപ്പോൾ തീർച്ചയായിട്ടും ദീപ്തി മേരി വർഗീസിൻ്റെ ഒരു പ്രതികരണം ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാകുമെന്നാണ് തോന്നുന്നത്. കാരണം വളരെ ദിവസങ്ങളായി, കുറേ ദിവസങ്ങളായി തന്നെ എല്ലാവരും ഏറ്റവും കൂടുതൽ ചാൻസ് ഉണ്ട് എന്ന് കരുതിയിരുന്ന ഒരു മുഖമാണ് ദീപ്തി മേരി വർഗീസിൻ്റെ. ഇപ്പോൾ മാധ്യമങ്ങളിലൊക്കെ തന്നെയാണെങ്കിലും കോൺഗ്രസിൻ്റെ I ഗ്രൂപ്പിൻ്റെ ഒരു മുഖമായി തന്നെ നിന്നിരുന്ന ഒരാൾ കൂടിയാണ്. അപ്പോൾ അവസാന ലാപ്പിലേക്ക് ഇങ്ങനെ കടക്കുമ്പോൾ ഈ ഒരു തിളക്കം, വലിയ തിളക്കത്തോടെ വിജയിച്ചിട്ടും ആ തിളക്കത്തിന് മങ്ങലേൽക്കുന്ന രീതിയിലുള്ള ചർച്ചകളാണ് കഴിഞ്ഞ ദിവസം നടന്നിരുന്നത്. A ഗ്രൂപ്പിനും I ഗ്രൂപ്പിനും ഈക്വൽ ആയിട്ടുള്ള ഒരു പ്രാതിനിധ്യം എന്നുള്ള രീതിയിലാണെങ്കിൽ പോലും ദീപ്തി മേരി വർഗീസിന് അവിടെ സ്ഥാനം കിട്ടിയില്ല എന്നുള്ളത്, അതിൻ്റെ എന്ത് കാരണങ്ങളാണ്? ആ രീതിയിലുള്ള ഒരു വിലയിരുത്തലുകളൊക്കെ വരുന്നുണ്ടോ? എന്താണ് പ്രതികൂലമായി ഭവിച്ചത് ദീപ്തി മേരി വർഗീസിന്? ഫോർട്ട് കൊച്ചിയിൽ നിന്നുള്ള ഒരാളാണ് അപ്പുറത്തുള്ളത് എന്നുള്ളത് കൊണ്ടാണോ, അതോ ലത്തീൻ സമുദായാംഗമാണ് മറ്റേയാൾ എന്നുള്ളതാണോ?
സ്മിത, ഇപ്പോൾ ഈ ഗ്രൂപ്പ് സമവാക്യങ്ങൾ കോൺഗ്രസിനെ സംബന്ധിച്ച് വളരെ പ്രധാനമായിരുന്നു. ഒപ്പം തന്നെ ഈ വലിയൊരു വിജയം നേടിയതിന് തൊട്ടു പുറകിൽ തന്നെ ഈ ഗ്രൂപ്പ് അവർ മേയർ സ്ഥാനം വേണം എന്നുള്ളൊരു ആവശ്യവുമായിട്ടുള്ള അതിനു വേണ്ടിയിട്ടുള്ള ഒരു പിടിമുറുക്കൽ ആദ്യം മുതൽ തന്നെ ഇവിടെ ദൃശ്യമായിരുന്നു. ഇതിൽ തന്നെ ഇപ്പോൾ ആദ്യം മുതൽ കേട്ടിരുന്ന ഒരു പേരാണ് KPCC ജനറൽ സെക്രട്ടറി കൂടിയായിട്ടുള്ള ദീപ്തി മേരി വർഗീസിൻ്റേത്. അതിൽ ഇപ്പോൾ ഈ 3 പേരും ഒരുപോലെ അവർക്ക് 3 പേർക്കും അനുകൂലമായിട്ടുള്ള ഒരുപാട് ഘടകങ്ങളുണ്ട് എന്നുള്ളത് കൊണ്ട് കൂടിയാണ് ഇന്നലെ പാർലമെന്ററി പാർട്ടി യോഗം വിളിക്കുകയും മറ്റ് കൗൺസിലർമാരുടെ അഭിപ്രായം സ്വരൂപിക്കുകയും ചെയ്തത്. അതിൽ ഒരു പിന്തുണ ലഭിക്കാത്തത് ഒരു തിരിച്ചടിയായി എന്നുള്ളത് നമുക്ക് ഈ ഘട്ടത്തിൽ കരുതുന്നു. അതിനുശേഷം പിന്നീട് KPCC നേതൃത്വത്തിന് ഈ ഒരു വിഷയം വിടാം എന്നുള്ളതായിരുന്നു. അങ്ങനെ നേതാക്കൾക്കിടയിൽ തന്നെ കൊച്ചി മേയർ ആരാകണം എന്നുള്ളത് അതൊരു 2 തട്ടിലേക്ക് കാര്യങ്ങൾ എത്തുന്നതിലേക്ക് വന്നു. അങ്ങനെയാണ് ഇന്നിപ്പോൾ ഒരു ധാരണ എന്നുള്ള നിലയ്ക്കാണ് VK മിനിമോളുടെ പേര് ഉയർന്നു വരികയും അതിനുശേഷം ഷൈനി മാത്യു എന്നുള്ളത്. സ്വാഭാവികമായിട്ടും KPCC ജനറൽ സെക്രട്ടറിയാണ്. ഇനി 2 മാസം മാത്രമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിന് ആയിട്ടുള്ള ഒരു ഗ്യാപ്പ്. അപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അതിൽ പരിഗണിക്കാം എന്നുള്ളതായിരിക്കാം ഒരു പക്ഷേയുള്ള ഒരു ധാരണ എന്നുള്ളതാണ് നമ്മൾ ഈ ഘട്ടത്തിൽ കരുതുന്നത്. അപ്പോൾ എന്തായാലും ഈ പറഞ്ഞതുപോലെ തന്നെ അവരുടെ പ്രതികരണം വളരെ പ്രധാനമാണ്. ഈ ഷൈനി മാത്യുവിനെ സംബന്ധിച്ച് ഫോർട്ട് കൊച്ചിയിൽ നിന്നുള്ള ഒരു കൗൺസിലർ എന്നുള്ളത് അത് മാത്രമല്ല, കഴിഞ്ഞ തവണ ഇതേപോലെ തന്നെ മേയർ ആകാം എന്ന് പ്രതീക്ഷിച്ചിരുന്ന ഒരു മുഖമാണ് ഷൈനി മാത്യു എന്നുള്ളത്. പക്ഷേ അന്ന് ഈ 2.5 വർഷം കഴിഞ്ഞ ടേം വ്യവസ്ഥ സൗമിനി ജയൻ പാലിക്കാതിരിക്കുകയും അതിൽ പിന്നീട് പിന്തള്ളപ്പെടുകയുമായിരുന്നു. അപ്പോൾ എ ഗ്രൂപ്പിന് അതിൽ ഇപ്രാവശ്യം വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ചപ്പോൾ തന്നെ എ ഗ്രൂപ്പിന് ഇപ്രാവശ്യം മേയർ സ്ഥാനം വേണം എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ഒരു ആവശ്യമായി അവർ മുന്നോട്ട് വെച്ചിരുന്നു. അപ്പോൾ അതുകൂടി പരിഗണിച്ചുകൊണ്ടായിരിക്കാം 2ാമത്തെ ടേം എന്നുള്ളത് ഇപ്പോൾ ഷൈനി മാത്യുവിലേക്ക് എത്തുന്നത്. VK മിനിമോളെ സംബന്ധിച്ച് അവർ സജീവമായിട്ടുള്ള ഒരു ഐ ഗ്രൂപ്പിൻ്റെ ഒരു പ്രവർത്തക എന്നുള്ളതിന് അപ്പുറമായി ഈ ഏറ്റവും കൂടുതൽ കൗൺസിലർമാർ അംഗീകരിച്ച അതായത് 17 പേരുടെ വോട്ട് ഇന്നലെ VK മിനിമോൾക്ക് ലഭിച്ചിരുന്നു. ഒപ്പം തന്നെ ഈ ലത്തീൻ സമുദായ അംഗം തുടങ്ങിയിട്ടുള്ള സമുദായ സമവാക്യങ്ങൾ കൂടി പരിഗണിച്ചാണ് ആദ്യ ടേം VK മിനിമോൾക്ക് കൊടുക്കുവാൻ ഒരു തീരുമാനം ഉണ്ടാവുകയും ചെയ്തിരിക്കുന്നത്. ഇതിൽ ഇനി കൂടുതൽ പ്രതികരണങ്ങൾ ഒപ്പം തന്നെ മറ്റെന്തെങ്കിലും രീതിയിലുള്ള അനിഷ്ടങ്ങളുണ്ടോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇനി ഒരു പക്ഷേ വരും മണിക്കൂറിലായിരിക്കും വരിക. ഇന്ന് വാർത്താ സമ്മേളനത്തിൽ ഇന്ന് തന്നെ അവർ പ്രഖ്യാപിക്കാൻ ആണ് ഇപ്പോൾ DCCയിൽ ഒരു തീരുമാനമുണ്ടായിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.